തലകുറിച്ചു കൊടുക്കുക അല്ലേ? അതുകൊണ്ട് ഈ ഒരു അവസ്ഥക്ക് മാറ്റം വരണം. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? എവിടെ പോയി മനുഷ്യന്റെ ചിന്ത? റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം നൽകിയിട്ട്, എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിയിട്ട്, ബുദ്ധിയും വിവേകവും നൽകിയിട്ട്, അവന്റെ വിശ്വാസത്തിൽ മാത്രം മനുഷ്യൻ എന്തുകൊണ്ട് ബുദ്ധിയില്ലാതെ പോകുന്നു? വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യർക്കിടയിൽ ശക്തമായി വളർന്നു വരികയാണ്. മനുഷ്യന് ബുദ്ധിയില്ല. തുണി ഉടുക്കാത്ത മനുഷ്യന്റെ മുന്നിൽ പോയി കൂപ്പുകയോടുകൂടി നിൽക്കുന്ന മനുഷ്യൻ, തുണി ഉടുക്കാത്ത കള്ളദൈവം. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ബീഭത്സമാണ് ഈ കാഴ്ച, ഏത് വൃത്തികളായി കാണിക്കുന്നത്. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? തുണി കൊടുക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുകയോടുകൂടി നിൽക്കുന്നവൻ. ആണും പെണ്ണും വ്യത്യാസമില്ല. ഒരു സദാചാര ബോധന. ഏത് മൃഗാണ്? വസ്ത്രം ധരിക്കാത്തവന്റെ മുന്നിൽ പോയി തൊഴുന്നു. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? മരക്കക്ഷങ്ങൾക്ക് മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ നമിക്കുന്നവൻ. എവിടെ പോയി മനുഷ്യന്റെ ബുദ്ധി? ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ? ഈ രൂപത്തിലുള്ള വിശ്വാസരാഹിത്യങ്ങൾ മനുഷ്യരിലേക്ക് കടന്നു വരുന്നു. എവിടെ മനുഷ്യന് ബുദ്ധിയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് ചിന്തയില്ലാതാകുന്നു, ഇവിടെ മനുഷ്യന് യാതൊരുവിധ യോഗ്യതയും ഇല്ലാതാകുന്നു. വലഖദ് കറംനാ ബനീ ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനൽ ത്വയ്യിബാത് വഫളൽനാ അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്സീലാ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അതേ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച അവസ്ഥയിലേക്ക് ജീവിത നിലവാരം താഴ്ന്നു പോകുന്നു. എല്ലാ നിലക്കും അവൻ അധപ്പതനത്തിലായി പോകുന്നു. എങ്കിൽ മാന്യ സഹോദരങ്ങളെ ചിന്തിക്ക്. മനുഷ്യന് ബുദ്ധി വേണ്ട ഈ രംഗത്ത്, മനുഷ്യന് ചിന്ത വേണ്ട ഈ രംഗത്ത്, മനുഷ്യൻ ആലോചിക്കേണ്ട ഈ രംഗത്ത്. മരക്കുരിശിന്റെ മുന്നിൽ, കല്ലുകൾക്ക് മുന്നിൽ, ശവകുടീരങ്ങൾക്ക് മുന്നിൽ, മക്ബറകൾക്ക് മുന്നിൽ, ദർഗകൾക്ക് മുന്നിൽ നമിക്കുമ്പോ ഈ രണ്ട് കാലിൽ എണീറ്റ് നിൽക്കുന്ന മനുഷ്യൻ, രണ്ട് കൈ ഉപയോഗിക്കുന്ന മനുഷ്യൻ, കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യൻ, കാതുകൊണ്ട് കേൾക്കുന്ന മനുഷ്യൻ, കാണാത്ത കേൾക്കാത്ത ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത ഒരു വസ്തുവിനെ നമിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇവരെന്ത് പ്രതീക്ഷയാണുള്ളത്? ഇവരെന്തിലാ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത് അടിസ്ഥാനപരമായ തൗഹീദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു മാത്രം, റബ്ബിനെ കുറിച്ചുള്ള ചിന്ത, ആകാശഭൂമികളെ സൃഷ്ടിച്ച അജയ്യനായ റബ്ബുൽ ആലമീനെ കുറിച്ചുള്ള ചിന്ത, അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ റുഹ്ബാനിയ്യത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ ഒരിക്കലും സൃഷ്ടികൾക്ക് മുന്നിൽ ആരാധന അർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. ഒരിക്കലും സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പോലും പാടില്ല. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.